അശ്വതി ഭരണിക്ക് പല്ലിന് കേടുണ്ടാകാനുള്ള അവസ്ഥ, എല്ലിന് കേടുണ്ടാകാനുള്ള അവസ്ഥ, ഉദരത്തിന് രോഗമുണ്ടാകാനുള്ള അവസ്ഥ. ഇതിപ്പോൾ പുതിയ ഫലമാണ്. ഒരു പൂച്ച താഴെ കിടക്കാണ്, പെട്ടെന്ന് ഉണർന്നിട്ട് ജനലിൽ കൂടെ ചാടി കയറിയത് പുറത്തോട്ടിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അദൃശ്യ സാമീപ്യങ്ങളുടെ സഞ്ചാരം ഉണ്ടെന്നാണ് ഈ കാഞ്ഞിരമരത്തിൽ തൊട്ട് കളിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ അത് തന്ത്രശാസ്ത്രത്തിൽ പ്രേതമരമായിട്ടാണ് കാണുന്നത്. നമസ്കാരം. ജ്യോതിഷ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫലപ്രവചനങ്ങൾ DNA ചാനൽ പറഞ്ഞു തുടങ്ങിയത് മുതൽ സ്വസ്ഥതയില്ലാതായി എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. രാത്രിയും പകലുമൊക്കെ കണ്ണേക്ഷി ഫലമായതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും പറയേണ്ടി വരും. എന്താണോ കാതിൽ പറയുന്നത് അത് നമ്മളിവിടെ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ശ്യാമിനെ കൂടി ഇരുത്തി. അപ്പോൾ ശ്യാമിനെ സംബന്ധിച്ചിടത്തോളം അതായത് ജ്യോതിഷമായിട്ട് നല്ല അഗാധമായ പാണ്ഡിത്യം ഉള്ള ആളാണ്. എൻ്റെ കൂടെ മുറിപ്പാലത്തരി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ ഫലം പറയുന്ന ആളാണ്. അവിടെ വരുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പൊതു സ്വഭാവവും കൂടെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലം ഞാൻ പറഞ്ഞു കഴിഞ്ഞ നക്ഷത്രങ്ങളെക്കുറിച്ചിട്ടുള്ള പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് ഇപ്പോൾ ശ്യാമൊന്ന് സംസാരിക്കും. ശ്യാമ, അശ്വതിയുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൻ്റെ ഈ പൊതു സ്വഭാവത്തെക്കുറിച്ചൊന്ന് നമ്മുടെ DNA പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാൽ അവർക്കൊരു സമാധാനം കിട്ടട്ടെ. എല്ലാവർക്കും നമസ്കാരം. സ്വാമിയായിട്ട് ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വളരെ ഒരു മംഗളകരമായതും ഒരു ഗുരു സാന്നിധ്യവും എൻ്റെ പരമഗുരു സാന്നിധ്യമായിട്ട് കരുതുന്നു. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്വാമി എനിക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വന്നു. ഈ രേവതി നക്ഷത്രത്തിന് ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ കാണുന്നത് രേവതി നക്ഷത്രത്തിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു ഇങ്ങനെ വീഴാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, അതെന്ത് സ്വാമി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് എൻ്റെ മഹാഭാഗ്യമായ സ്വാമിജിയുടെ അടുത്ത് കൂടെ അവിടെ മുറിപ്പാലത്തടിയിൽ ഇരിക്കാൻ കഴിഞ്ഞപ്പോൾ ഈ ലക്ഷണശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് വളരെ ഗഹനമായിട്ട് സ്വാമിജിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത്രയും ഒരു ഗഹനമായ ഒരു ശാസ്ത്രശാഖ അപൂർവത്തിൽ മാത്രം ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന കർണാക്ഷി സാധനം ഏതാണ്ട് ഒരു 120ഓളം ആൾക്കാർക്ക് ഏതാണ്ട് വിശ്വസിക്കുമെന്നറിയില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് അവരെ ഫലം പറഞ്ഞിട്ട് സ്വാമി അവസാനം ഒരു വാക്ക് പറയും, എന്നാ വയ്ക്കോ. എൻ്റെ അടുത്തൊരു വലിയൊരു സിദ്ധം പറഞ്ഞിട്ടുണ്ട്, ഈ സിദ്ധപുരുഷന്മാർ എന്തെങ്കിലും പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു എന്ന്. അതുപോലെ ഞാൻ കരുതുന്ന ചില വാക്കുകൾ. എന്താ അവിടെ ആരും ഇല്ലേ, എന്തിങ്ങോട്ട് വന്നത് എന്ന് സ്വാമി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റും കൂടെ ഞാൻ ഇതിലൂടെ ഒന്ന് സൂചിപ്പിക്കാൻ. എന്തുകൊണ്ട് ഈ നക്ഷത്രം ഫലിക്കുന്നില്ല, പല ഫലങ്ങളും എന്തുകൊണ്ട് ഫലിക്കുന്നില്ല, എന്തുകൊണ്ട് ലക്ഷണശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം ഈ നക്ഷത്രത്തിലോട്ട് വരാമെന്ന് കരുതുന്നു. എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇതിലെന്തെങ്കിലും ഒരു തെറ്റോ അപാകതയോ ഉണ്ടെങ്കിൽ അതല്ല പറഞ്ഞാൽ മതി, നമ്മുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. അതായത് ഒരു ഫാമിലി വന്നു, അവർക്ക് വളരെ കാലം കൊണ്ട് അവർ വളരെ ഭയങ്കരമായിട്ട് വളരെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ട് വരികയായിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ചാനലിൽ വന്ന ഒരു കോൺട്രവേഴ്സി സംബന്ധിച്ചും ഞാൻ ഈ പറയുമ്പോൾ അതിനൊരു വളരെയധികം ഒരു ക്ലാരിറ്റി എല്ലാവർക്കും ലഭിക്കും. ഇത് വളരെയധികം ശ്രദ്ധിച്ച് എല്ലാവരും പ്രേക്ഷകർ കാണണം. അതായത് ആ ഫാമിലി അവിടെ വന്നിരുന്നപ്പോൾ സ്വാമിജി ചോദിച്ചത്, ഒരു പട്ടി കരയുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ സ്തബ്ധരായിപ്പോയി. അപ്പോൾ ആ ഒരു അമ്മയും മകനും മകളുമായിട്ട് വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വളരെ കാലം മുമ്പാണ് അത് തുടങ്ങിയ ഒരു കാലത്തിലായിരുന്നു. ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സ്വാമിജി എൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു, വളരെ നമ്മുടെ മക്കളെ പോലെ കരുതിക്കൊണ്ട് വരുന്ന ഒരു പട്ടിയായിരുന്നു. ആ പട്ടി അഴിച്ചു വിടുന്ന സമയത്ത് വളരെയധികം ബഹളം കാണിക്കുകയും അപ്പുറത്തൊക്കെ വീട്ടിൽ പോയി അത് എല്ലാം മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് കൊണ്ട് അയൽവക്കക്കാർ പറഞ്ഞു, ഇതിനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം, ഇതിനെ ഡിസ്പോസ് ചെയ്യുകയോ കൊല്ലുകയോ എന്തുവാണോ ചെയ്യണം, നമുക്കതിൻ്റെ ഭാരം താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതാണ്, നമ്മളതിനെ കൊല്ലാൻ തീരുമാനിച്ചു സ്വാമിജി. അപ്പോഴാണ് ഈ മകൻ്റെ ഒരു കൂട്ടുകാരൻ ആ വീട്ടിൽ വരികയും ഈ പട്ടിയുടെ തലയിൽ ഒരു തടിക്കഷ്ണമിട്ട് അടിച്ച് ഒന്നാമത്തെ അടിയിൽ അത് അതിദാരുണമായി വിളിക്കുകയും രണ്ടാമത്തെ മൂന്നാമത്തെ അടിയിൽ അത് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അമ്മ ഒന്നാമത്തെ അടിയിലെ അമ്മ പറഞ്ഞു അരുത് എന്ന് പറയും മുമ്പേ രണ്ടാമത്തെ മൂന്നാമത്തെ അടി കഴിഞ്ഞു. ഞാനീ പറഞ്ഞു വരുന്നത് ഇത്തരം ലക്ഷണങ്ങൾ സ്വാമിജി എങ്ങനെയാണ് ലക്ഷണം വെച്ച് ഈ ഫലപ്രവചനം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു അറിവും
ഇതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അടികൊണ്ട പട്ടി മരിച്ചതിൻ്റെ ദുരിതം ഈ കുടുംബത്തിൽ നിൽക്കുകയാണ്. ഈ നാൽക്കാലികളെ നമ്മളിപ്പോൾ പൂച്ചയാണെങ്കിലും പശുക്കളാണെങ്കിലും നായ്ക്കളാണെങ്കിലും നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരോട് ഒരു തീവ്രമായൊരു സ്നേഹമുണ്ട്. നമുക്കൊരിക്കലും കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു നായ്ക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു നേരം കൊടുത്താൽ മതി, അതിന് വേണ്ടി കാത്തിരിക്കും. കാത്തിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് വാലാട്ടിക്കൊണ്ട് ഓടി നമ്മളടുത്ത് വന്നിട്ട് അത് സ്നേഹം പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് നായ്ക്കൾ, അത് ഭൈരവന്മാർ, ദൈവിക സാന്നിധ്യങ്ങളാണ്, മഹാദേവനുമായിട്ട് ബന്ധമുള്ളതാണ്. നമ്മളതിനെ വളരെ നിസ്സാരമായിട്ട് കാണരുത്. അത് നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ, ഇപ്പം ക്രോസ് ചെയ്ത ഫോറിൻ നായ്ക്കളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ നാടൻ നായ്ക്കളുണ്ടല്ലോ, അത് ദൈവിക ചൈതന്യം ഉള്ളത് തന്നെയാണ്. അതിനെ ഉപദ്രവിക്കരുത്. എനിക്കറിയാം, ഒരുപാട് നായ്ക്കളെ തല്ലിക്കൊല്ലുന്ന ഒരാളുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം 4 കാലിൽ നായ പോലെ കുരച്ച് മരിച്ചു. ഒരു പേയും വന്നിട്ടില്ല. അയാൾ ചുമയ്ക്കുമ്പോഴെല്ലാം നായ് കുരയ്ക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ചിലർ പാമ്പിനെ അടിച്ചു കൊല്ലുമല്ലോ, പാമ്പിനെ അടിച്ചു കൊല്ലും ചിലർ. അവരെ കാണുമ്പോൾ അവർക്ക് ഒരു കാര്യമില്ല, അവർ പാമ്പിനെ കണ്ടാൽ അവരടിച്ചു കൊല്ലും. അത് അവരുടെ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ നായ്ക്കളെ അടിച്ചു കൊല്ലുന്നവർക്ക് വരുന്ന ഒരു വലിയ വിപത്തുണ്ട്. അവസാനം ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ 4 പെൺമക്കളാണ്. ആ 4 പെൺമക്കളെ കല്യാണം കഴിച്ചവരെല്ലാം വളരെ മഹാദുരിതമായി. അവർ പറയുന്നത് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, കാരണം എവിടെയോ നായ് മോങ്ങുന്ന പോലെ ഇവർക്ക് ഇങ്ങനെ തോന്നുവാണ്. അവസാനം ഇദ്ദേഹം ഈ കട്ടിൽ എഴുന്നേറ്റ് ഇങ്ങനെ 4 കാലിൽ നിന്നിട്ട് കരഞ്ഞിട്ടാണ് ചുമയ്ക്കുകയാണ്. ആ ചുമയ്ക്കുന്ന നായ് കരയുന്ന പോലെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ല, മരമെട്ടുകാരനാണ്. ഈ പണ്ട് കാലത്ത് ഇങ്ങനെ തടി അറുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഈ നായ്ക്കളെ നായെ തല്ലിക്കൊല്ലുന്നത്, ഞാൻ ഈ പൂച്ച അടിച്ചു കൊന്ന ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പൂച്ച, നായ്ക്കൾ, വീട്ടിൽ വളർത്തുന്ന ജന്തുക്കൾ, ഭഗവാൻ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യരോടൊത്ത് പശുക്കൾ കഴിയാൻ വിടുന്നതാണ്. ഇതിനെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്നേഹിക്കണം. അത് 100 ഇരട്ടി സ്നേഹം തിരിച്ചു തരും. പിന്നെ രണ്ടാമത്, ആ വീട്ടിലുണ്ടാകുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ, നെഗറ്റീവ് എനർജികൾ ഇത് സ്വീകരിക്കും. ഒരു മരണം നടക്കുന്നതിന് മുമ്പാണെങ്കിൽ ഈ നായ്ക്കൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. നായ്ക്കൾ ഒരു മരണം നടക്കുന്നത്, ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ്, തീ പിടിക്കുന്നതിന് മുമ്പ്, വീട്ടിലൊരു ദുരന്തം സംഭവിക്കാൻ പോവുകയാണ്. മൃഗങ്ങൾക്കത് പെട്ടെന്ന് തിരിച്ചയക്കാൻ പറ്റും. പൂച്ചകൾ ചിലത് ചാടി ജനലിലേക്ക് കയറി നിന്നിട്ട് അത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അദൃശ്യ സാമീപ്യ ശക്തികളുടെ സഞ്ചാരം. ഒരു പൂച്ച താഴെ കിടക്കാണ്, പെട്ടെന്ന് ഉണർന്നിട്ട് ജനലിൽ കൂടെ ചാടി കയറിയത് പുറത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അദൃശ്യ സാമീപ്യങ്ങളുടെ സഞ്ചാരം ഉണ്ടെന്നാണ്. ഇത് അന്ധവിശ്വാസമാണെന്ന് പറയുകയാണെങ്കിൽ തള്ളിക്കളയാം. ഇപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ലോകത്തോടാണ് നമ്മൾ ഈ അന്ധവിശ്വാസം ഇല്ല എന്ന് പറയുന്നതും അന്ധതയാണ്, ഉണ്ടെന്ന് പറയുന്നതും അന്ധതയാണ്. അപ്പോൾ ഇതാണ് ജ്യോതിഷശാസ്ത്ര പ്രകാശത്തിൻ്റെ ശാസ്ത്രം. മനസ്സിൻ്റെ ഹൃദയത്തിലേക്കുള്ള അന്ധത, ലോകത്തിൻ്റെ അന്ധത. ആ അന്ധതയിൽ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശം കടന്നു വെളിച്ചമാണെന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അതിഭീകരമായ ഇരുട്ടിനെ, ബന്ധങ്ങളുടെ പ്രശ്നങ്ങളുള്ള ദുരിതങ്ങൾ കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട്, മനുഷ്യൻ്റെ പെരുമാറലുകൾ കൊണ്ട് ദുഃഖപൂർണമായ ജീവിതം നയിക്കുന്നവരിൽ അന്ധകാരത്തിൽ അകപ്പെട്ട് കാരാഗൃഹത്തിൽ കിടക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബോധത്തിലേക്ക് ഒരു പ്രകാശം വിടുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസമാണ് നക്ഷത്രങ്ങളിലൂടെ ഫലം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ അശ്വതി നക്ഷത്രം, ഞാൻ ഈ അശ്വതി, തിരുവോണം, കാർത്തിക, രോഹിണി, 5-6 നക്ഷത്രങ്ങളെ പറഞ്ഞു. ഞാനിപ്പം ശ്യാമിനെ വിളിക്കാനുള്ള ഏറ്റവും വലിയ പ്രധാന കാരണം ഞാനിങ്ങനെ പറഞ്ഞങ്ങ് പോകും. ഞാനെപ്പോഴും കർണവീക്ഷി ഉപാസനയോട് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഫലങ്ങൾ കൂടെ പറഞ്ഞു പോകും. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ദന്തക്ഷതം ഉണ്ടാകാനായിട്ടുള്ള കാര്യമുണ്ട്. അശ്വതി ഭരണിക്ക് പല്ലിന് കേടുണ്ടാകാനുള്ള അവസ്ഥ, എല്ലിന് കേടുണ്ടാകാനുള്ള അവസ്ഥ, ഉദരത്തിന് രോഗമുണ്ടാകാനുള്ള അവസ്ഥ, ഇതിപ്പോൾ പുതിയ ഫലമാണ്. അപ്പം നമ്മൾ നിസ്സാരമായിട്ട് കളയുകയാണ്. രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ പല്ലുമായിട്ടൊരു ബന്ധമില്ല. പക്ഷേ പല്ല് കേടാവും. വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ദന്തക്ഷതമുണ്ടാകേണ്ട കാലഘട്ടമാണ്. ചെവി നിസ്സാരമായിട്ട് കുളിക്കുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ചെവിക്കകത്ത് വെള്ളം കയറും, ആ വെള്ളം അവിടെ തന്നെ ഉണ്ടാവും. ഇത് പിന്നീട് ഉണ്ടാക്കുന്ന കേടുകൾ. തലയിൽ എണ്ണ തേക്കാതെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി മാത്രം ഇത് ഇറങ്ങിയിട്ട് കണ്ണിൽ വന്നിട്ട് കണ്ണിന് കേടുണ്ടാക്കുന്നത്. തന്ത്രശാസ്ത്രങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഈ ജ്യോതിഷശാസ്ത്രം സംബന്ധിച്ചിടത്തോളം, ജ്യോതിഷ പഠനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ പിന്നെ ശ്യാം നന്നായിട്ട് പറയും. അതിൽ ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ജ്യോതിഷം സംബന്ധിച്ചുള്ള ഫലങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഈ കുടുംബത്തിലെ ഒരാൾ അശ്വതി നക്ഷത്രമായിരുന്നു എന്ന് ഇരിക്കട്ടെ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
അപ്പോൾ അവർക്ക് ഈ നായുടെ ദുരിതമുള്ളവർക്ക് അശ്വതി നക്ഷത്രം എങ്ങനെ ഫലപ്രദമാകും ഈ കാലയളവിൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജി ഇദ്ദേഹം പറയുന്നത് പോലെ നമ്മുടെ പൂർവ്വജന്മം എപ്പോഴും നമ്മൾ കണക്കിലാക്കണം. രണ്ടാമത് നിങ്ങളുടെ കർമ്മം എത്രത്തോളം ശുദ്ധിയുണ്ട്, ഈ പറഞ്ഞതുപോലുള്ള ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അത് നക്ഷത്രത്തിനെ ബാധിക്കൂലേ? ബാധിക്കും. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി. ഇത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് ബുദ്ധി, ധൈര്യം, സാമർഥ്യം, ഓർമ്മശക്തി, അറിവ് സമ്പാദിക്കാനുള്ള താല്പര്യം ഇതൊക്കെ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഈ കാലയളവിൽ ഇപ്പം വ്യാഴം മാറുന്ന ഒരു സന്ദർഭത്തിൽ ഇതെല്ലാം കൂടുമെന്ന് ഞാൻ പറഞ്ഞാൽ വ്യാഴമാറ്റം ഉണ്ടല്ലേ ഇപ്പോൾ? വ്യാഴമാറ്റം അതാ മാറിയിട്ട് കഴിഞ്ഞോ? അത് ഇല്ല, ജൂൺ 2-ാം തീയതി അത് ജൂൺ 2 എന്ന് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാൽ ഇതാണ് പലരുടെയും ഫലങ്ങൾ തെറ്റിപ്പോകുന്നു. അവർക്ക് ബുദ്ധി നൽകുന്ന ഗ്രഹമായ ബുധൻ അത് അവരുടെ ഗ്രഹനിലയിൽ പിഴച്ചു നിൽക്കുകയാണെങ്കിൽ എങ്ങനെ അവർക്ക് നല്ല, അവരുടെ പൂർവ്വജന്മം മോശമാണെങ്കിൽ ഇനി അവരുടെ കർമ്മം കൊണ്ട് ഈ പറഞ്ഞതുപോലെ പല ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നേരെയാവും? അപ്പോൾ അതിനുള്ള എല്ലാം കൂടെ ചേർത്ത് ഒരു സ്വാമിജി എൻ്റെ അടുത്ത് സൂചിപ്പിച്ചപ്പോൾ നക്ഷത്രങ്ങൾക്ക് ഒരു ദേവതയുണ്ട്, നക്ഷത്രങ്ങൾക്ക് ഒരു ഗ്രഹനാഥനുണ്ട്, നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം വരുന്നുണ്ട്. ഈ ഇത്തരം 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച്, ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറഞ്ഞാൽ അശ്വനി ദേവതയാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ അശ്വതി ദേവതയെ സ്ഥിരമായി പൂജിക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും, ഇനി ഏറ്റവും ഒരു ലളിതമായിട്ടുള്ള ഒരു കാര്യം, മൃഗം കുതിരയാണ്. കുതിരയ്ക്ക് ഒരു ഭക്ഷണം വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസമുണ്ട്. വൃക്ഷം കാഞ്ഞിരമാണ്, കാഞ്ഞിരം ഒരു കാരണവശാലും വെട്ടാൻ പാടില്ല. കാഞ്ഞിരമരം പ്രത്യേകം അശ്വതി നക്ഷത്രക്കാർ ഇല്ലെങ്കിൽ തന്നെ ഏത് നക്ഷത്രമാണെങ്കിലും ഈ കാഞ്ഞിരമരത്തിൽ തൊട്ട് കളിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ അത് തന്ത്രശാസ്ത്രത്തിൽ പ്രേതമരമായിട്ടാണ് കാണുന്നത്. അത് ഞങ്ങൾ പിന്നെ പ്രേതാവാഹനത്തിൽ ഉപയോഗിക്കാറുണ്ട് കാഞ്ഞിരമരം. അതുകൊണ്ട് കാഞ്ഞിരമരം വെട്ടിമുറിച്ച് കളഞ്ഞാൽ നട്ടലിന് ക്ഷതം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ജീവിതത്തിൻ്റെ വാർദ്ധക്യാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് കാഞ്ഞിരമരം അത് തെക്ക് ഭാഗത്തേക്ക് മുറിച്ചാണെങ്കിൽ ഡെഫിനറ്റായിട്ട് 100% മുട്ടിന് തേയ്മാനം വരികയും നട്ടലിന് ക്ഷതമേൽക്കുകയും ചെയ്യും. കാഴ്ചയ്ക്ക് ശക്തി കുറയുക, രക്തത്തിൽ പ്രഷറത്തിൻ്റെ അളവ് കൂടുക. ഇത് തന്ത്രശാസ്ത്രത്തിൽ വളരെ പ്രത്യേകം. കാഞ്ഞിരമരത്തിൽ തൊട്ട് കളിക്കുന്ന, പാലമരത്തിൽ തൊട്ട് കളിക്കുന്ന ഒരു പാലമരം നിൽക്കുകയാണ്. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ വീട്ടിൽ ഒരാൾ തളർന്ന് കിടക്കുവാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ തളർന്ന് കിടക്കേണ്ട ഒരാളുടെ ആവശ്യമില്ലല്ലോ, അപ്പോൾ ഇവിടെ തെക്കത് വല്ലതും ഉണ്ടായിരുന്നു? അപ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒരു തെക്കതുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ഇടിച്ച് കളഞ്ഞു, എന്നിട്ട് അതൊക്കെ മാറ്റി വേറെ എവിടെയൊക്കെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഇവിടെ തളർന്ന് കിടക്കുന്ന ആൾ ഇവിടെ പാലമരം വല്ലതും മുറിച്ചു? അദ്ദേഹം പാലമരം മുറിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു, ആ ഭക്ഷണത്തിൻ്റെ പുറത്തൂടെ ചെരിഞ്ഞ് വീണത് തന്നെ, പിന്നെ എഴുന്നേറ്റിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നമുക്ക് നോക്കുമ്പോൾ ഒരു മരം മാത്രമാണ്, പക്ഷേ ആ മരത്തിന് ദൈവികമായ ചില ചൈതന്യങ്ങളുണ്ട്, ദൈവികമായ ചില സാന്നിധ്യങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് വന്ന് തങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നമുക്കറിയാതെ, നമുക്കറിഞ്ഞുകൂടാൻ പറ്റാത്ത, നമ്മുടെ പൂർവ്വജന്മം അനുസരിച്ച് നമ്മുടെ ദൈവവിശ്വാസങ്ങൾക്ക് അനുസൃതമല്ലാത്ത, വിശ്വാസമുള്ളതും അതല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി നമ്മളിപ്പം ദൈവം ഒരു ജീവിതം തന്നിട്ടുള്ളതാണ് എന്തിനാണ്? മനസ്സിലാക്കി ജീവിക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം, ഇതൊന്നുമില്ല, ഇതൊന്നുമില്ല, ഇതിനകത്തൊന്നും ആവശ്യമില്ല, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ നാട്ടുകാരെ പറ്റിക്കാനാണ്, ഇതിവിടെ ആരും ഒന്നും പിടിച്ചു പറിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചയാളാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചത്, എന്തുകൊണ്ട് ഈ നക്ഷത്രത്തിന് പരിഹാരക്രിയകൾ ചെയ്താൽ എൻ്റെ മൃഗത്തിനും എൻ്റെ മരത്തിനും പിന്നെ എൻ്റെ ദേവതയ്ക്കൊക്കെ ഞാൻ പരിഹാരം ചെയ്താൽ എനിക്ക് മാറ്റം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് അത്തരം പരിഹാരങ്ങൾ ചെയ്താൽ മാറ്റം ഉണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഞാനിപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് പറയും, ഈ സത്സംഗം ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കരുതെന്ന് രാമൻ്റെ അടുത്ത് തന്നെ പറയും. ഇത്ര മഹാപുരുഷന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരെയൊന്നും അംഗീകരിക്കാനും നമ്മുടെ കൾച്ചറിൽ ഉൾപ്പെടുത്താനും എന്തിനാ ഇത്ര മടിക്കുന്നത്? അതാണ് എൻ്റെ ഇപ്പോൾ സ്വാമി ഇത് എപ്പിസോഡ് കഴിയുമ്പോൾ എന്നെ ചിലപ്പം വഴക്ക് പറയായിരിക്കും, എന്തിനാ അങ്ങനെ പറയുന്നത്. എൻ്റെ ഗുരുനാഥനാണ്. കാരണം നമ്മളെപ്പോലുള്ള 10-20 പേര് ജീവിക്കുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ മഹാഗുരുനാഥനാണ്. നിങ്ങൾക്കറിയാമോ, മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ 1000 രൂപയ്ക്ക് ഫീസ് കൊടുത്ത് വാങ്ങുന്നതെങ്കിൽ അതിൽ 1 രൂപ മാത്രമാണ് ഇദ്ദേഹം എടുക്കുന്നത്. ആ ക്ഷേത്രം നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ടതാണ്. അവിടെ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒരു പൂജയ്ക്കാകുന്ന പൈസ, അവിടെ സ്വാമിജിയുടെ ബുക്ക് വിൽക്കുന്ന പൈസയാണ് സ്വാമിജിക്ക് വരുമാനം. ഇത് കഴിയുമ്പോൾ എന്നെ ചിലപ്പോൾ വഴക്ക് പറയും. എന്നാലും എനിക്ക് എൻ്റെ ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ, ഇതൊന്നും നമുക്ക് പുറമേ നിന്ന് കിട്ടാത്ത അറിവുകളാണ്. ഇപ്പം ഇത് നമുക്ക് നക്ഷത്ര മൃഗം, കുതിരയ്ക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. കുതിരയ്ക്ക് നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ, കുതിരയൊന്നും കണ്ടുപിടിക്കാൻ പ്രയാസമാണ്.
സങ്കല്പിച്ച് എന്തെങ്കിലും കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അതുപോലെ അശ്വതി മകം മൂലം ഈ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏതൊക്കെയാണ്? അശ്വതിക്ക് അശ്വതി മകം മൂലം, മകവും മൂലവും നക്ഷത്രവും കൂടെ. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വ്യാഴം അനുകൂലമായി വരുന്നു, വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കും. എങ്കിലും സർപ്പം നിൽപ്പുണ്ട്, സർപ്പം 11 നിൽക്കുന്നുണ്ട്. മനസ്സിനൊരു സമാധാനം കിട്ടാത്ത. അതെ, മനസ്സൊരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലെ ഇങ്ങനെ ഒരു പൂർണ്ണതയില്ലാത്തൊരവസ്ഥ വരും. അതെ. അതുപോലെ വരുമാന തടസ്സം ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇത് സ്ത്രീകൾ ഐശ്വര്യം കൊടുക്കുന്ന നക്ഷത്രം എന്നാണ് പറയുന്നത്. അതുപോലെ സ്ത്രീകളെ ഔഷധം കൊടുക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ഇപ്പോൾ പിന്നെ ഞാൻ ഈ നമ്മുടെ ഒരു ഇതിൽ പറയുന്നത്, ഈ അശ്വതി നക്ഷത്രത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള ചില വിപത്തുകൾ വന്നു ചേരും. അവർ സന്തോഷകരമായിട്ട് ഇരിക്കുമ്പം അവരുടെ മനസ്സിന് ദുഃഖം വരുന്നൊരു കാര്യം പെട്ടെന്ന് വന്നു ചേരും. പിന്നെ ഏറ്റവും അടുത്ത് വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് പെട്ടെന്ന് ചതിവ് പറ്റും. അത് ആദ്യ നക്ഷത്രം ആയതുകൊണ്ടാണോ എന്നുള്ള അറിയില്ലല്ലേ. അവർ ഏറ്റവും ചേർത്ത് പിടിച്ച മനുഷ്യർ, ഇപ്പം എനിക്കറിയാവുന്ന ഒരാൾ വിദേശത്താണ്. അദ്ദേഹം അശ്വതി നക്ഷത്രമാണ്. ഒരു ഇഷ്ടംപോലെ ധനമുണ്ടാക്കി പണ്ട് കാലത്ത് വിദേശത്ത് പോയതാണ്. ഒരുപാട് പേരെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയൊക്കെ ചെയ്തെങ്കിലും ഈ അടുത്ത കാലത്ത് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ഏറ്റവും അവസാനം ഈ വീട്ടിൽ ഈ കുടുംബമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു നാട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ കുടുംബം ബന്ധമുണ്ടായിരുന്ന ഒരാളുടെ ആ കുടുംബം മുഴുവൻ നശിച്ച് അവരുടെ പിതാമഹന്മാരൊക്കെ ഈ കുടുംബമായിട്ട് ബന്ധം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു അമ്മ ഒന്ന് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മകൻ ഇങ്ങനെ പഠിച്ചിങ്ങനെ ഇതായിട്ട് നിൽക്കുവാണ്, ഇവനെ കൂടെ കൊണ്ടുപോയി ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ദയ തോന്നിയിട്ട് ഇയാൾ ഈ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഒരു 2 വീട്ടിൽ തന്നെ താമസിപ്പിച്ച് ചെലവും ഒക്കെ കൊടുത്ത് ബിസിനസ്സൊക്കെ പഠിപ്പിച്ചിട്ട് ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇയാളുടെ കമ്പനിയെ 2ആയിട്ട് പിളർത്തി കളഞ്ഞു. അയാൾ അശ്വതി നക്ഷത്രമാണ്. എന്നാൽ വിശ്വാസവഞ്ചന എല്ലാ നക്ഷത്രക്കാർക്കും വിശ്വാസവഞ്ചന ഉണ്ടാവണമെങ്കിൽ പോലെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഇദ്ദേഹം തകർന്നു പോയി. അയാൾ എന്നിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇയാൾക്കൊപ്പം നിന്നവരുടെ ശത്രുക്കളുടെ കൂടെ നിന്ന് നമ്മളിപ്പം ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മളെ വിശ്വസിക്കുമ്പോൾ നമ്മളെല്ലാ രഹസ്യങ്ങളും പറയുമല്ലോ. ഇദ്ദേഹം സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആ ശത്രുക്കളോട് പറഞ്ഞ് ഇയാളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് അപ്പം ഞാൻ അയാളുടെ നക്ഷത്രം ഇന്നതാണോ എന്ന് ചോദിച്ചു. അല്ല, എല്ലാ നക്ഷത്രക്കാരും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ ആ നക്ഷത്രത്തെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. ഇല്ലെങ്കിൽ നമ്മുടെ DNA പ്രേക്ഷകർ ആ നക്ഷത്രക്കാരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തും. പക്ഷേ ഏത് നക്ഷത്രക്കാരാണെങ്കിൽ പോലും നമ്മൾ ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ. പിന്നെ ഇത് മേടം രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. അപ്പോൾ അശ്വതി. അപ്പോൾ അത് ആടിൻ്റെ അജത്തിൻ്റെ സ്വഭാവം ഉണ്ട്. എല്ലാം കുറച്ച് അവർ ഉപയോഗിക്കും. കുറേശ്ശെ കടിച്ചിട്ട് ആട് കുറച്ച് കടിക്കും, പിന്നെ അടുത്ത ഇലയിൽ പോയി കടിക്കും. ഇത് അതിപ്പോൾ എല്ലാം പകുതിയാക്കി വെക്കുന്നത് കർമ്മത്തിനും അങ്ങനെ തന്നെ. എല്ലാത്തിനും ഒരു പൂർണ്ണത ഉണ്ടാകും, പൂർണ്ണത വരത്തില്ല. അപ്പോൾ അത് സ്ഥിരമായിട്ട് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക, അതിൽ അടിയുറച്ച് വിശ്വസിക്കുക. സ്വാമി നേരത്തെ പറഞ്ഞതുപോലെ ഈ വഴുതി വീഴാനുള്ള ഒരു സ്വഭാവം അവർക്ക് ഇന്നതിലോട്ട് മാറും. ഇപ്പം കൂടുതലും ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതൊക്കെ അശ്വതി നക്ഷത്രത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല കാലം വരുമ്പോൾ ലഹരിയും കൂടെ വരാനും സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം നമുക്ക് നല്ല കാലമാണ്, അപ്പോൾ നമുക്ക് സ്വാധീനിക്കാനും കുറേ ആൾക്കാർ വരും, അല്ലെങ്കിൽ മോശപ്പെട്ട കുറേ കൂട്ടുകെട്ടുകളും വരും. അപ്പോൾ ഇതിലെങ്ങനെ അശ്വതിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കും. അതാണ്. പിന്നെ ഇവർ സ്വയം ബുദ്ധിമാന്മാരാണെന്ന് സ്വയം ചിന്തിക്കും, എനിക്ക് ബുദ്ധിയുണ്ടെന്ന് സ്വയം പറയുകയൊക്കെ ചെയ്യും. പക്ഷേ മണ്ടന്മാരാണ്, അബദ്ധത്തിൽ ചെന്ന് പെടുകയും ചെയ്യും. ബുദ്ധി ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് അശ്വതി നക്ഷത്രത്തിൽ ഒരു 20% ആൾക്കാർ. അവർ കാട്ടിക്കൂട്ടുന്ന വികൃതികളും അവർ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളും അവർ കാരണം മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ വലുതാണ്. എന്തായാലും സമയത്തിന് മാറ്റമുള്ള ഒരു കാലഘട്ടമാണ്. ഒരു മാറ്റമുണ്ടാകുന്ന കാലഘട്ടമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ട് ഞാൻ ശ്യാമിനെ കൂടി പറയുമെന്ന് പറഞ്ഞാൽ, കർണയക്ഷി ഫലം നിങ്ങൾ ആ പറഞ്ഞതൊക്കെ തന്നെ നമ്മുടെ കൂടെ ഉള്ളത് തന്നെയാണ്. എന്നാൽ പോലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനമായിട്ടുള്ളൊരു കാലഘട്ടം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ട് അത് ദേവിപ്രീതിക്കായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതെ, ഇപ്പോൾ നിങ്ങളുടെ അശ്വതി നക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം നിങ്ങളുടെ ഒരു നല്ലൊരു ദിവസമായിട്ട് കരുതാം. ഇപ്പോൾ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരാണ് ആ മൃഗത്തെയും പിന്നെ വൃക്ഷത്തെയും അവരുടെ ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള ബന്ധമുള്ള നക്ഷത്ര ദേവതകളെ ആരാധിച്ചാൽ ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അപ്പം ഈ അശ്വതി നക്ഷത്രത്തിന് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഓർത്തു വയ്ക്കുക. വീണ്ടും പറയുന്നു, കുതിര, അതുപോലെ കാഞ്ഞിരമരം, അതുപോലെ പക്ഷി പുള്ളാണ്, അത് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഭൂതം എന്ന് പറയുന്നത്
ഭൂമിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഭൂമിയെ തൊട്ട് വന്നിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഉത്തമം, എല്ലാവർക്കും നല്ലതാണ്. പ്ലസ് അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് വളരെ നല്ലതാണ്. പിന്നെ ഗണപതി ഹോമം ഇവർക്ക് കേതുവിൻ്റെ ആണ് നക്ഷത്രനാഥൻ. അപ്പോൾ അത് കാരണം ഗണപതി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ജന്മനക്ഷത്രം വരുമ്പോൾ ഗണപതി ഹോമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഗണപതി ജപിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ അതെ, ഗണപതിയെ ജപിക്കുന്നത് നല്ലതാണ്. ഗണപതിയെ രാവിലെ ജപിക്കുമ്പോൾ 8 തവണ ഓം ഗണപതയേ നമഃ, ഓം ഗണപതയേ നമഃ, അത് 8 തവണ ഒന്ന് ജപിക്കുന്നത് നല്ലതാണ്. രണ്ട്, ഈ ചൊവ്വയുടെ അവസ്ഥ എന്താണ്? അശ്വതി നക്ഷത്രം അല്ല, അതാണ് പറഞ്ഞത്. ചൊവ്വാഴ്ചയും അശ്വതിയും കൂടെ വരുന്ന ദിവസം നിങ്ങളുടെ ഒരു ഗോൾഡൻ ദിവസമായിട്ട് കരുതുക. അന്ന് സുബ്രഹ്മണ്യ ഭജനം നടത്തുക. കുജന്റെ സ്ഥിതിയോ? കുജന്റെ സ്ഥിതി ഗ്രഹനില, ഇപ്പോഴത്തെ ഗ്രഹനില വെച്ചിട്ട് നോക്കണം. വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയാണ് നമ്മൾ മുമ്പിലോട്ട് പോകുന്നത്. സുഖകരമായ ഒരു അവസ്ഥ, ശാന്തമായ ഒരു നദിയുടെ തീരത്തൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പോലെ അല്ല ജീവിതം എന്ന് പറയുന്നത്. സംഘർഷങ്ങളാണ്. ഇനി ആരെ എന്തെന്നൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതിനെ നമ്മളൊന്ന് അറിഞ്ഞ് മുമ്പിലോട്ട്, അഗാധമായ ഗർത്തമുണ്ട് മുമ്പിൽ എന്ന് നമുക്ക് അറിയാമെങ്കിലും അറിഞ്ഞുകൂടായെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നാണ് നമ്മുടെ ഈ ജ്യോതിഷം കൊണ്ട് നമ്മൾ ഇതിനകത്ത് പറയാനുള്ളത്. കുജന്റെ അവസ്ഥ ഇപ്പോൾ 12-ലാണ്. അപ്പോൾ മോശപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. കുജൻ മോശാവസ്ഥയിലാണ്. 12-ൽ കുജൻ നിൽക്കുന്നത് ഒരിക്കലും നല്ല അവസ്ഥയിലല്ല. അപ്പോൾ ഒന്ന് വളരെ, അതെന്താണ് അതിന്റെ ദോഷഫലങ്ങൾ? ഏഴരശനി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അത് കുറച്ച് നാളുകളുണ്ട്. അപ്പോൾ ശാസ്ത്രപ്രീതിയും കൂടെ ചെയ്യണം. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യും. ഇപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നിന്ന് നിങ്ങൾക്കൊരു മന്ത്രം കിട്ടും പോലെയാണ് ഈ ചാനലിലൂടെ. അപ്പോൾ അതൊരു ഗോൾഡൻ ഒരു അവസരമായിട്ട് കരുതി അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക. ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഞാൻ കണ്ണേക്ഷു ഉപാസനയിലൂടെ പറയുന്ന ഫലങ്ങളിലൂടെയാണ് ഇതിന്റെ കണ്ട. ഇപ്പൊ ഈ ഗ്രഹനില എടുത്തു കഴിയുമ്പോൾ അതിന്റെ യഥാർത്ഥ ഒരു ചിത്രം വന്ന് എങ്ങനെ 12-ല് കുജൻ നിൽക്കുവാണ്. 12-ല് കുജനാണ്, ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ശനിയും 12-ലാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഇപ്പം നമ്മൾ കോമൺ ആയിട്ടൊരു ഫലം എടുത്തു കഴിഞ്ഞാൽ എല്ലാം വളരെ നല്ലതാണ്, വളരെ സുഖകരമാണ്. ഇനിയിപ്പോൾ രാജയോഗമാണെന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, നമ്മളിപ്പോൾ ഒരു നദി കണ്ടാൽ വളരെ ശാന്തമായി ഒഴുകുന്ന നദിയാണ്, പക്ഷേ വളരെ ചുഴിയുള്ള സ്ഥലമാണ്. ചെന്ന് ഇറങ്ങി കൊടുത്താലും ഒരിക്കലും ജീവൻ പോലും തിരിച്ചു കിട്ടൂല, ശവം പോലും തിരിച്ചു കിട്ടാത്തൊരവസ്ഥ ഈ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇപ്പോഴുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് അശ്വതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. ഞാൻ ഈ ജ്യോതിഷ ഫലം കൂടെ വെച്ച് പറയുന്ന ഒരു കാരണം, ഒരുപാട് പേര് ഞാൻ ഈ ഫലം പറഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുന്നവർ ഭയന്നിട്ടുണ്ട്. ഒരു ഭയപ്പാടോടുകൂടിയുള്ളതല്ല, പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് എത്ര നന്മയുണ്ടെങ്കിലും, ഏറ്റവും നല്ല ദൈവികമായ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും അടിത്തറയിൽ എവിടെയോ കുറച്ച് ദോഷം കിടപ്പുണ്ട്. ആ ദോഷം എപ്പോഴാണ് പൊങ്ങി മുകളിലേക്ക് നമ്മളെ പിടിച്ച് താഴേക്ക് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അശ്വതി നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങളെ കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എന്താണ് അവർ ചെയ്യേണ്ട പരിഹാരം? ചൊവ്വാഴ്ചയും അശ്വതിയും വരുന്ന ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഭജനം വളരെ ഉത്തമമാണ്. അത് ജാതകത്തിൽ കുജൻ എവിടെ നിൽക്കുന്നു എന്നും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ അത് വേറൊരു രാശിയിലാണെങ്കിൽ ഭദ്രാളി ഭജിക്കേണ്ടി വരും. അതൊരു ജ്യോതിഷിയായിട്ട് കൺസൾട്ട് ചെയ്യുക. പിന്നെ ഇവർക്ക് കോമൺ ആയിട്ട് ചുവന്ന വസ്ത്രങ്ങൾ ചൊവ്വാഴ്ച ദിവസം ധരിച്ച് ഭഗവാനെ വിചാരിച്ചു പോകുന്നത് വളരെ ഉത്തമമാണ്. ഇവിടെ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ്. ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കണം, വളരെ നല്ലതാണ്. ഈ ഒരു ദോഷകാലഘട്ടത്തെ അതിജീവിക്കാനൊക്കെ അത് വളരെയധികം സഹായിക്കും. പിന്നെ സ്ത്രീകളെ ഭയക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിച്ചിട്ട് സ്വാമി ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ വരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, മകൾക്ക് അശ്വതിയാണ്, പിന്നെ ഭർത്താവിന് അശ്വതിയാണ്, എൻ്റെ നക്ഷത്രം അശ്വതിയാണ്, എനിക്ക് ഭയപ്പാടുണ്ടോ, എനിക്ക് അങ്ങനെ ഭയക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഫലങ്ങൾ പറയുകയും ഒപ്പം ഇതിൻ്റെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നതല്ലേ നിൽക്കുന്ന ദോഷത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ പരിഹാരമായിട്ട് പറയുകയും ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച്, എല്ലാ നക്ഷത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരക്രിയയും ജ്യോതിഷ സംബന്ധമായ ഫലങ്ങളൂടെ പറയാം. അതുവരെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.